ഹായ്, നമസ്കാരം. ശ്രീഭാഗ്യ ഫാഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ബ്ലൗസ് തന്നെയാണ്. ബ്ലൗസിന്റെ എൻക്വയറി കാരണം നമ്മൾ വീണ്ടും വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്ലൗസിന്റെ സ്റ്റോക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. പക്ഷെ ഇന്ന് കുറച്ച് നമ്മൾ വെറൈറ്റീസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഫ്രണ്ട് ഓപ്പണും ബാക്ക് ഓപ്പണും ആയിട്ടും കൊണ്ടുവന്നിട്ടുണ്ട്, പ്ലെയിനും കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് പേര് പ്ലെയിൻ ബ്ലൗസ് ഒക്കെ അന്വേഷിക്കുന്നുണ്ട്. പ്ലെയിൻ ബ്ലൗസും ഒരുപാട് നമുക്ക് ഉണ്ട്. വീഡിയോ ഇങ്ങനെ കുറച്ച് കാണിച്ചാലേ നമുക്ക് കസ്റ്റമറിന് അത് ഇന്ന് സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ കുറച്ചൊരു ലിമിറ്റഡ് നമ്പേഴ്സ് നമ്മളിങ്ങനെ കാണിക്കുന്നത്. ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. നല്ലൊരു സ്റ്റിച്ച്ഡ് ബ്ലൗസ് ആയിട്ടാണ് വന്നത്. പ്ലെയിൻ ആണ് ക്ലോത്ത് വരുന്നത്. ഇതൊരു ഇങ്ങനെ ഒരു ഒരു പരുക്കൻ, നമ്മുടെ എന്താ പറയുക, ഒരു ഖദറിന്റെ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു നമ്മൾ തൊടുമ്പോൾ ഒരു പരുക്കനായിട്ട് തോന്നുന്ന ആ ഒരു ടൈപ്പാണ്. പക്ഷെ ഖദറല്ല, സിന്തറ്റിക് ആണ് മെറ്റീരിയല്. നല്ലൊരു എന്താ പറയുക, ഒരു ക്രീമി ഷെയ്ഡ്, ആ ഒരു ഷെയ്ഡാണ്. ഇതുപോലെ ഇങ്ങനത്തെ ഒരു ക്ലോത്തിൽ തന്നെ ചെറിയ ഒരു നമ്മുടെ ഖദർ തൊടുമ്പോൾ ഒരു പരുക്കനായിട്ട് തോന്നില്ല, അതേപോലത്തെ ഒരു ഫീലിംഗ് ആണ്. പക്ഷെ സിന്തറ്റിക് ആണ് മെറ്റീരിയൽ. ഒരു ക്രീം ഷെയ്ഡാണ്, ഇതുപോലെ വരുന്നുണ്ട്. ഫ്രണ്ട് ഓപ്പൺ ബ്ലൗസ് ആണ്. ബാക്കിൽ ഡോറീസ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ബാക്കിൽ ഡോറീസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പാഡ് ഉൾപ്പെടെ വന്നിട്ടുള്ളൊരു ബ്ലൗസ് ആണ്. ഫ്രണ്ടിൽ പാഡ് കൊടുത്തിട്ടുണ്ട്. വേണ്ടെന്നുള്ളവർക്ക് അത് റിമൂവ് ചെയ്ത് മാറ്റാം. ഈ സൈഡ് നമ്മൾ എന്തായാലും ഷേപ്പ് അടിക്കുമ്പോൾ ഒന്ന് സ്റ്റിച്ച് പൊളിച്ചു കഴിഞ്ഞാൽ നമുക്കത് എടുത്ത് മാറ്റിക്കളയാം. സ്ലീവ് ലെങ്ത് എൽബോ സ്ലീവിനും കുറച്ച് മുകളിലായിട്ട് വരുന്നുണ്ട്. നല്ല ഒരു ഭംഗിയുള്ള പ്ലെയിൻ ആയിട്ടുള്ളൊരു ബ്ലൗസാണ്. നമ്മുടെ സെറ്റിന്റെ സാരിയോ കേരള സാരിയുടെ കൂടെയൊക്കെ വിയർ ചെയ്യാൻ പറ്റും. സൈസും റേറ്റും ഒക്കെ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അത് നോക്കി വേണം പർച്ചേസ് ചെയ്യാൻ. എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട്, നമ്മുടെ ബ്രാ സൈസിൽ നിന്നും ഒരു സൈസ് കൂട്ടി വേണം പർച്ചേസ് ചെയ്യാൻ. 34 എടുക്കുന്ന ആള് 36 എടുക്കുക, 36 എടുക്കുന്ന ആള് 38 എടുക്കുക. അങ്ങനെ ഓരോ സൈസും കൂട്ടി വേണം പർച്ചേസ് ചെയ്യാനായിട്ട്. അപ്പം നിങ്ങൾക്ക് ആ ഒരു സൈസിന്റെ ഒരു കംപ്ലൈന്റ് വരത്തില്ല. ഇതാണ് ഫസ്റ്റ് കളറ്. നെക്സ്റ്റ് വരുന്നത് ഒരു ആഷ് കളറാണ്. ഒരു സിന്തറ്റിക്കിന്റെ ഒരു ഫാബ്രിക് ആണ്. ഉള്ളിൽ കോട്ടന്റെ ലൈനിങ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ലൈനിങ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലോക്കിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ബ്ലൗസ് ഫുള്ളും ഇങ്ങനെ ഓവർലോക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത്രയും ഓവർലോക്ക് ഉണ്ട്. അതുപോലെ നല്ലൊരു തയ്യൽ തുമ്പും കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അഥവാ എന്തെങ്കിലും ഒന്ന് അല്പം ഒന്ന് ചെറുതായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും സ്റ്റിച്ച് മാറ്റിയിട്ട് കുറച്ചുകൂടെ നീട്ടി ഇങ്ങനെ അടിച്ചു കൊടുക്കാം. രണ്ട് സൈഡും കൂടെ ആകുമ്പോൾ എന്തായാലും നമുക്ക് കിട്ടും. ആ സ്ലീവിലും അങ്ങനെ കുഴപ്പമില്ല, അവിടെയും ആ ഒരു ലെങ്ത് വിട്ടിട്ടുണ്ട്. ഒരു നല്ലൊരു ആഷ് ഷെയ്ഡാണ്. സിന്തറ്റിക്കിന്റെ ഒരു ഫാബ്രിക് ആണിത്. ബാക്ക് പോർഷൻ ഇങ്ങനെ വരുന്നു. ബാക്ക് അത്ര ഇറങ്ങിയ നെക്കല്ല, നോർമൽ നെക്ക് തന്നെയാണ്, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതുപോലെ വരുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലൂ പോലെ തോന്നും, പീക്കോ ഗ്രീൻ ആണിത്. ഇങ്ങനെ വരുന്നുണ്ട്, പീക്കോ ഗ്രീൻ ഷെയ്ഡാണ്. വീഡിയോയിൽ കാണുന്ന ഏകദേശം ആ ഒരു കറക്റ്റ് കളർ ഗ്രീൻ ആണ്, പീക്കോ ഗ്രീൻ ആണ്. ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് ഒരു ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഇതുപോലെ ഇങ്ങനെ ഒരു ടീൽ ബ്ലൂ, ഇതുപോലത്തെ ഒരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത്. ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. ഇത് ഫ്രണ്ട് ഓപ്പൺ ആണ്. ഫ്രണ്ട് ഓപ്പൺ ഹൂക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹൂക്കിൽ ഫുള്ള് ഒരു സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളുടെ ആ ഒരു സ്റ്റിച്ച് ഇങ്ങനെ ചെറിയൊരു റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടിച്ച് കളഞ്ഞാൽ മതിയാവും. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ആണ്. ഡാർക്ക് നേവി ബ്ലൂ. ഫാബ്രിക് വരുന്നത് ഒരു സിന്തറ്റിക്കിന്റെ ഫാബ്രിക് ആണ്. ഇതുപോലെ നേവി ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത്. നേവി. ഇത്രയും കളേഴ്സാണ് പ്ലെയിൻ ബ്ലൗസിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് അല്ലാത്ത കുറച്ച് ഡിസൈൻ വരുന്നത് കാണാം. കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇക്കത്തിന്റെ ആ ഒരു പ്രിന്റ് ഉണ്ടോ. ഇപ്പൊ വന്നിട്ടുണ്ട്, പക്ഷെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ. അപ്പം വേണമെന്നുള്ളൊരു ആദ്യം തന്നെ ഒന്ന് പർച്ചേസ് ചെയ്തോളൂ. അതുപോലെ വീഡിയോ ഇട്ടിട്ട് മെസ്സേജ് ഇട്ടിട്ട് അങ്ങനെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആദ്യം വരുന്നവർക്ക് നമ്മൾ കൊടുക്കും പ്രോഡക്റ്റ്. പിന്നെ സോൾഡ് ഔട്ട് ആയി എന്ന് പറയുമ്പോൾ അതൊരു വിഷമം ആവും എല്ലാവർക്കും. അതുകൊണ്ട് കാണുമ്പോൾ ആദ്യം തന്നെ പർച്ചേസ് ചെയ്തോളൂ. നല്ലൊരു ഇക്കത്തിന്റെ ആ ഒരു ഡിസൈൻ ഇങ്ങനെ വരുന്നുണ്ട്. ഇതൊക്കെ കുറച്ച് പീസേ ഉള്ളൂ. ഇതൊക്കെ കിട്ടാൻ പ്രയാസമാണ്. അങ്ങനെ നമ്മൾ ഹാൻഡ് പിക്ഡ് ഐറ്റംസ് ഒക്കെയാണ് നമ്മൾ എടുത്തിട്ട് വരുന്നത്. പക്ഷെ ആവശ്യമുള്ളവർ വേഗം തന്നെ പർച്ചേസ് ചെയ്തു. നെക്സ്റ്റ് ലൈറ്റ് ഒരു പിസ്ത കളറാണ്.
പിസ്ത ഗ്രീൻ വരുന്നുണ്ട്, ഇതുപോലെ വരുന്നുണ്ട്, നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡ്. ബാക്ക് പോർഷൻ വരുന്നത് ഇതുപോലെയാണ്. എല്ലാത്തിലും ടാസൽസ് കൊടുത്തിട്ടുണ്ട്. ഇത് വേണ്ടാന്നുള്ളവർക്ക് നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാം. ഒറ്റ ഒരു സ്റ്റിച്ച് ഇട്ട് ഇങ്ങനെ കൊടുത്തിട്ടുള്ളതാണ്. നമുക്കതിനെ ഒന്ന് പൊളിച്ചു കഴിഞ്ഞാൽ നമുക്കത് മാറ്റാം. ഇങ്ങനെ വരും, നല്ലൊരു പിസ്ത കളറാണ്. നെക്സ്റ്റ് ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡാണ്. ഇതുപോലെ നല്ലൊരു ലൈറ്റ് ഷെയ്ഡാണ് ഓണിയൻ പിങ്ക്. ബാക്ക് പോർഷൻ വരുന്നത് ഇത് ആദ്യമേ പറയുകയാണ്, ഇതൊക്കെ ഹാൻഡ് പിക്ഡ് ആയിട്ടാണ്. നമുക്ക് 1-2 പീസുകൾ മാത്രമേ ഇതൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ മെസ്സേജ് ഇടുകയും നല്ല എൻക്വയറി ചെയ്യുന്നവർക്കായിരിക്കും ആദ്യം കൊടുക്കുക. നമുക്ക് മാറ്റി വയ്ക്കുന്ന പരിപാടി ഇല്ല. നമ്മൾ ചിലവർ പറയും നമുക്ക് മാറ്റി വെക്കണമെന്നൊക്കെ, പക്ഷെ ചിലവർ അവർ മറന്നു പോണതാ എന്താണെന്ന് അറിയില്ല, പിന്നെ ചിലപ്പോൾ അത് എടുക്കില്ല. പക്ഷെ വേറെയും വീണ്ടും കസ്റ്റമർ ഒരുപാട് എൻക്വയറി ഉണ്ടായിരിക്കാം അതിന്, അപ്പൊ നമുക്ക് അവർക്ക് കൊടുക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങനെ നമ്മൾ ചെയ്യുന്നില്ല. ആവശ്യമുള്ളവർ വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ. ബാക്ക് പോർഷൻ വരുന്നത് ഇനി ഒരെണ്ണം കലങ്കാരിയിൽ വന്നിട്ടുണ്ട്. ഇതിന്റെ മെറൂണൊക്കെ ഉണ്ടായിരുന്നു. ഇതൊരു ബ്ലൂ ഷെയ്ഡാണ്, കലങ്കാരി പ്രിന്റിൽ വരുന്ന ഭംഗിയുള്ളൊരു ബ്ലൂ ഷെയ്ഡ്. നെക്സ്റ്റ് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ്, നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്. നെക്സ്റ്റ് ഇതുപോലെ വരുന്നുണ്ട്, ഡാർക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത്. ഇതുപോലെ ഇങ്ങനത്തെ കുഞ്ഞു പ്രിന്റ് ഒക്കെ പോയിട്ടുണ്ട്. പ്ലെയിൻ സാരിയോ കോട്ടൺ സാരിയോ ഏത് സാരിയുടെ കൂടെ നമുക്ക് ഇത് പെയർ ആക്കാം. അത്രയ്ക്ക് നല്ല ഭംഗിയുള്ള ബ്ലൗസുകളാണ്. സ്റ്റിച്ചിങ് ക്വാളിറ്റിയും പെർഫെക്റ്റ് ആണ്. അതുപോലെ ഹൂക്കുകളും ഒരു 8-10 ഹൂക്ക് തന്നെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് 1-2 പോയാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം. ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെ. നെക്സ്റ്റ് ഇതെല്ലാം കോട്ടൺ ആണ് കാണിച്ചതെല്ലാം. നെക്സ്റ്റ് ഒരെണ്ണം വരുന്നത് സിന്തറ്റിക് ആണ്. ഫാബ്രിക് വരുന്നത് ഇതുപോലെ സിന്തറ്റിക്കിന്റെ ഒരു ഫാബ്രിക്കിലാണ് വരുന്നത്. ഇത് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ്. നെക്സ്റ്റ് ലൈറ്റ് പീച്ച് ഷെയ്ഡാണ്, നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് ഇത്. ഇതുപോലെ വരുന്നുണ്ട്, ടാസിൽസ് ഉണ്ട്. ഇതിന്റെ ഹൂക്ക് വരുന്നത് ബാക്കിലാണ്, ബാക്ക് ഓപ്പൺ ആണ്. ബാക്ക് ഓപ്പൺ ചെയ്യാൻ നമുക്ക് ബാക്ക് ഓപ്പൺ ആണ് വരുന്നത്. ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ആ ഒരു പ്രിൻസസ് കട്ട് തന്നെയാണ് വരുന്നത്. എല്ലാ ബ്ലൗസിലും പ്രിൻസസ് കട്ട് തന്നെയാണ് വരുന്നത്. നല്ലൊരു ഷെയ്ഡാണ്. ഇതുപോലെ വരുന്നുണ്ട് ഒരു ഷെയ്ഡ്, ഒരു ടൈ ആൻഡ് ഡൈയുടെ ഒരു ഇതാണ്. ഇതും നമുക്ക് ബാക്ക് ഓപ്പൺ ആയിട്ടാണ് വരുന്നത്. ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ. ബാക്കിൽ ഹൂക്ക് ഉണ്ട്, ഫ്രണ്ടിൽ പാഡ് അറ്റാച്ച്ഡ് ആണ്. നമ്മുടെ എൽബോ സ്ലീവിൽ നിന്നും കുറച്ച് മുകളിലായിട്ട് വരുന്നുണ്ട്, സ്ലീവ് വരുന്നുണ്ട്. ബാക്ക് ഓപ്പൺ, അതുപോലെ ടാസിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഒരെണ്ണം ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ്, ഇക്കത്തിന്റെ ഒരു ഷെയ്ഡാണ്. ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ, അപ്പൊ വേഗം പർച്ചേസ് ചെയ്തോളൂ. ഇത് വരുന്നു, ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. ഇത് ബാക്ക് ഓപ്പൺ ആണ്. ഞാൻ വേണമെങ്കിൽ വീഡിയോയിൽ കൊടുത്തേക്കാം. ഫ്രണ്ട് ഓപ്പണും നിങ്ങൾക്ക് അത് ചിലർക്ക് അത് ഇഷ്ടമാവില്ലല്ലോ ബാക്ക് ഓപ്പൺ, അതുകൊണ്ട് ബാക്ക് ഓപ്പൺ ഉള്ളതും ഫ്രണ്ട് ഓപ്പണും പ്രത്യേകിച്ച് കൊടുത്തേക്കാം. ഇതൊക്കെ കോട്ടണിലാണ് മെറ്റീരിയൽ വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയലാണിത്. കോട്ടൺ ആണ്, നല്ല പ്യുവർ കോട്ടൺ. ഉള്ളിൽ നല്ലൊരു കോട്ടന്റെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട്. പാഡ് അറ്റാച്ച്ഡ് ആണ്. പ്രിൻസസ് കട്ടാണ് വരുന്നത്. ഇത് ബാക്ക് ഓപ്പൺ ആണ്. അപ്പം ബാക്ക് ഓപ്പൺ നമ്മൾ കുറച്ച് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, അതിലേക്കൊരു മെസ്സേജ് അയക്കും.
കറക്റ്റ് സൈസ് കൂടെ മെൻഷൻ ചെയ്യുക. എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. നമ്മുടെ ബ്രാ സൈസിൽ നിന്നും ഓൺ സൈസ് കൂടുതൽ വേണം ബ്ലൗസ് പർച്ചേസ് ചെയ്യാനായിട്ട്. ഇതിലിപ്പം പ്ലെയിനും കാണിച്ചിട്ടുണ്ട്, പല ഡിസൈനും കാണിച്ചിട്ടുണ്ട്. ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക, ഒന്ന് വാട്സപ്പ് ചെയ്യുക.